രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രണ്ടാമത് പരാതി നൽകിയിരിക്കുന്ന ഇരയുടെ പരാതിയിലേക്ക് പിന്നിൽ ഒരു ലീഗൽ ബ്രെയിൻ ഉണ്ട് എന്ന് പറയുന്ന ഒരു അവസ്ഥ, ഒരു ദുരവസ്ഥ, ഇതിനെങ്ങനെ നോക്കിക്കാണുന്നു? ഒരു നിയമബുദ്ധി അതിനകത്തുണ്ട് എന്നുള്ളതല്ല. നിയമബുദ്ധി എല്ലാ പരാതിക്കകത്തും ഉണ്ടാകും. പരാതിക്കാർ കൊടുക്കുമ്പോൾ ഒരു ഡ്രാഫ്റ്റ് ചെയ്യുമ്പം അവർ കൺസൾട്ട് ചെയ്യും. പലപ്പോഴും ഇത് പ്രേമലേഖനം എഴുതുകയല്ല. വ്യാജ ആരോപണമാണ് എന്ന് പ്രഥമ ദൃഷ്ട്യ തോന്നിയ ഫണ്ണി ജോസഫ് രാജ്മോഹൻ ഉണ്ണിത്താൻ എടുത്തിട്ടുള്ള സ്റ്റാൻഡുണ്ട്. രാജ്മോഹൻ ഉണ്ണിത്താൻ ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞത്, ഞാനിപ്പോൾ തെരഞ്ഞെടുപ്പിലാണ്, എനിക്ക് പറയാനുള്ളത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് പറയാം എന്ന് പറഞ്ഞാൽ അതിനകത്താണ് ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ പക്വതയും ഉത്തരവാദിത്വ ബോധവും അർപ്പണ മനോഭാവവും ഉണ്ടാകുന്നത്. അടൂർ പ്രകാശ് ഇരുന്ന് ലോകത്തുള്ള സകലമാന കോടികളെയും വിളിപ്പിക്കാൻ നോക്കുക. രാഹുലിനൊപ്പം, ദിലീപിനൊപ്പം, ഇനിയിപ്പോൾ ഗോവിന്ദസ്വാമിക്കൊപ്പം കൂടെ പുള്ളി നിൽക്കാൻ ബാക്കിയുള്ളൂ. അവരും അത്ര ശരിയല്ല, നമ്മളും അത്ര ശരിയല്ല, ഇതൊക്കെ എല്ലാവർക്കും പറ്റുന്നതാണ്. സാമാന്യവൽക്കരിക്കണം. ഇതങ്ങനെ ജനറലൈസ് ചെയ്യാൻ പറ്റുന്ന കേസല്ല. രാജൻഭായ് നമസ്കാരം. നമസ്കാരം. രാജൻഭായ്, ഇന്നലെ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് പൂർത്തിയായി. ഇന്നലെ രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് ആരംഭിക്കുന്ന സമയത്ത് സണ്ണി ജോസഫ് എന്ന KPCC പ്രസിഡന്റ് വന്നിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രണ്ടാമത് പരാതി നൽകിയിരിക്കുന്ന ഇരയുടെ പരാതിയിലേക്ക് പിന്നിൽ ഒരു ലീഗൽ ബ്രെയിൻ ഉണ്ട് എന്ന് പറയുന്ന ഒരു അവസ്ഥ, ഒരു ദുരവസ്ഥ, ഇതിനെങ്ങനെ നോക്കിക്കാണുന്നു? ലീഗൽ ബ്രെയിൻ ഉണ്ടെന്ന് മാത്രമല്ല പറഞ്ഞിട്ടുള്ളത്, ഒരു നിയമബുദ്ധി അതിനകത്തുണ്ട് എന്നുള്ളതല്ല. നിയമബുദ്ധി എല്ലാ പരാതിക്കകത്തും ഉണ്ടാകും. പരാതിക്കാർ കൊടുക്കുമ്പോൾ ഒരു ഡ്രാഫ്റ്റ് ചെയ്യുമ്പം അവർ കൺസൾട്ട് ചെയ്യും. പലപ്പോഴും ഇത് പ്രേമലേഖനം എഴുതുകയല്ല. അപ്പം അത് എന്തൊക്കെ ചേർക്കണം എന്നുള്ളത് കൺസൾട്ട് ചെയ്യും, എന്നിട്ട് തന്നെയാണ് എഴുതുക. അതാരാണെങ്കിലും, ഞാനാണെങ്കിലും സിബി ആണെങ്കിലും ഒക്കെ. പക്ഷേ ഇയാൾ പറഞ്ഞിട്ടുള്ളത് അത് ഒരു വ്യാജ ആരോപണമാണ് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. വ്യാജ ആരോപണമാണ് എന്ന് പ്രഥമ ദൃഷ്ട്യ തോന്നിയ ഫണ്ണി ജോസഫ് എന്നാണ് ഇപ്പോൾ അയാളെ നാട്ടുകാർ വിളിക്കുന്നത്. സണ്ണി ജോസഫ് ഒക്കെ ഒന്ന് മാറ്റി ഫണ്ണി ജോസഫ്. ഈ KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വന്നതോട് കൂടിയിട്ടാണ് ഇയാൾ എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നത്. മറ്റേ നമുക്ക് സണ്ണി ജോസഫ്, കണ്ണൂരെ സണ്ണി ജോസഫ്, പേരാവൂർ ML എത്ര അറിയുള്ളൂ. കാരണം അധികം ബൈറ്റുകളൊന്നും നമ്മൾ കണ്ടിട്ടില്ല. കാണാനൊക്കെ അത്യാവശ്യം ഹൈറ്റും വെയിറ്റും ഒക്കെയുള്ള സുന്ദരനാണോ. അങ്ങനെ പുള്ളിക്ക് ഒറ്റയടിക്ക് ഇത് ഫാബ്രിക്കേറ്റഡാണ് എന്ന് ഫീൽ ചെയ്തൊരു സാധനം പുള്ളി കിട്ടിയത് പുള്ളി നേരം കൊണ്ട് ഫോർവേഡ് ചെയ്തു CM ഓഫീസിലേക്ക്. പക്ഷേ രാജ്മോഹൻ ഉണ്ണിത്താൻ എടുത്തിട്ടുള്ള സ്റ്റാൻഡുണ്ട്. രാജ്മോഹൻ ഉണ്ണിത്താൻ ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞത്, ഞാനിപ്പോൾ തെരഞ്ഞെടുപ്പിലാണ്, എനിക്ക് പറയാനുള്ളത് ഇന്നലെ അദ്ദേഹം പറഞ്ഞത് ഇന്ന് ഞാൻ പറയുന്നില്ല, ഞാൻ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് പറയാം എന്ന് പറഞ്ഞാൽ അതിനകത്താണ് ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ പക്വതയും ഉത്തരവാദിത്വ ബോധവും അർപ്പണ മനോഭാവവും ഉണ്ടാകുന്നത്. കാരണം അദ്ദേഹത്തിന് പലതും പറയാനുണ്ട്. രാജ്മോഹൻ ഉണ്ണിത്താൻ വാ തുറന്നു കഴിഞ്ഞാൽ യുവന്മാരെല്ലാം ഇവിടുന്ന് കപ്പൽ കയറി ഫ്ലൈറ്റ് കിട്ടിയില്ലെങ്കിൽ കപ്പൽ കയറി നേരെ ദുബായിലോട്ട് പോകും. മറ്റേ ഇവർ രണ്ടുപേരും കൂടെ, ശ്രീനിവാസനും ഇയാളും കൂടെ പോകാൻ നോക്കിയ പോലെ അങ്ങനെ കയറി പോകും. കാരണം അത്രയും അമ്മാതിരി വർത്തമാനം പറഞ്ഞോളൂ രാജ്മോഹൻ ഉണ്ണിത്താൻ. രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ അടുത്ത് ചൊറിയാൻ നിന്ന് കഴിഞ്ഞാൽ അപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞ ഞാനൊന്നും പറയുന്നില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം നോക്കുമ്പോൾ കോൺഗ്രസിൻ്റെയും UDFൻ്റെയും പ്രവർത്തകരെല്ലാം ഫീൽഡിലാണ്. രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ക്രൂഷ്യലായിട്ടുള്ള സിറ്റുവേഷനാണ് രാഷ്ട്രീയമായിട്ട്. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിനകത്ത് ജീവൻ മരണ പോരാട്ടം നടക്കുമ്പം, അതും പൊതു തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള സെമി ഫൈനലിനകത്ത് എൻ്റെ ഒരു വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ പ്രസ്ഥാനത്തിനോ മുന്നണിക്കോ അതിനുവേണ്ടി മത്സരിക്കുന്ന ആയിരക്കണക്കിന് സ്ഥാനാർത്ഥികൾക്കോ പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് പ്രവർത്തകർക്കോ ഒരു ചെറിയ പ്രയാസം പോലും ഉണ്ടാവരുത് എന്ന വലിയ ഉത്തരവാദിത്വ ബോധം അദ്ദേഹം കാണിച്ചു. അവിടെയാണ് ഫണ്ണി ജോസഫ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. തുടർച്ചയായിട്ട് വാ തുറന്നാൽ തമാശ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളായിട്ട് മാറി. LLB കഴിഞ്ഞിട്ടുള്ള ആളാണ് സണ്ണി വക്കീൽ. അതേപോലെ തന്നെ അടൂർ പ്രകാശിൻ്റെ സ്റ്റാൻഡ്. അടൂർ പ്രകാശ് ഇരുന്ന് ലോകത്തുള്ള സകലമാന കോടികളെയും വിളിപ്പിക്കാൻ നോക്കുക. രാഹുലിനൊപ്പം, ദിലീപിനൊപ്പം, ഇനിയിപ്പോൾ ഗോവിന്ദസ്വാമിക്കൊപ്പം കൂടെ പുള്ളി നിൽക്കാൻ ബാക്കിയുള്ളൂ സത്യത്തിൽ അടൂർ പ്രകാശിന്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു പട്ടിക്ക് വേറെ പട്ടിയെ കണ്ടുകൂടാന്ന് കേട്ടിട്ടുണ്ട്, പക്ഷേ ഒരു കോടിക്ക് വേറെ കോടിയെ കണ്ടുകൂടാന്ന് നമ്മൾ കേട്ടിട്ടില്ല. കോഴിപ്പോരൊക്കെ ഉണ്ടാവാറുണ്ടെങ്കിലും ഇന്ന് വരെ അങ്ങനെ പഴഞ്ചൊല്ലില്ല. ഒരു പട്ടിക്ക് വേറെ പട്ടിയെ കണ്ടുകൂടാന്നുണ്ട്, പക്ഷേ ഒരു കോടിക്ക് വേറെ കോടിയെ കണ്ടുകൂടാന്നുള്ള പഴഞ്ചൊല്ലില്ല. കോഴികൾ സാമൂഹ്യ ജീവിയായിട്ട് തന്നെ ജീവിക്കുന്നതാണ്. അങ്ങനെ ഒരുമിച്ചൊക്കെ പോകുന്നതിനും ചില കാര്യത്തിൽ മാത്രമേ ഉള്ളവർക്ക് പുസ്തകമുള്ളൂ. ആ രീതിയിലുള്ള ഒരു ഐക്യപ്പെടലാണ് അതിനകത്ത് ഞാൻ കാണുന്നത്. അതിനകത്ത് അടൂർ പ്രകാശിനെ UDF കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയാൽ അടൂർ പ്രകാശിന് പകരം വെക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തില്ല, കോൺഗ്രസിൽ നിന്ന് പുറത്തായി. അപ്പോൾ പുള്ളിയാക്കാൻ പറ്റത്തില്ല. പിന്നെ ഇനിയിപ്പോൾ അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഗോവിന്ദസ്വാമിയെ പരോളിൽ ഇറക്കിയിട്ട് ഡെപ്യൂട്ടേഷനിൽ കുറച്ച് നാളത്തേക്ക് വേണമെങ്കിൽ UDF കൺവീനർ സ്ഥാനത്താക്കാം. പക്ഷേ അടൂർ പ്രകാശ് കോൺഗ്രസിൻ്റെ ഒരു MP എന്ന രീതിയിലല്ല അടൂർ പ്രകാശിൻ്റെ ഇപ്പോഴത്തെ സ്ഥാനം. അങ്ങനെ ഒരു MP ക്കാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറയാം, സ്വന്തമായിട്ടുള്ള അഭിപ്രായം പറയാം. വെറും കോൺഗ്രസ് പ്രവർത്തകരും സ്വന്തമായിട്ടുള്ള അഭിപ്രായം പറയാം. ഈ വ്യാളി പിള്ളേർ ഇപ്പോഴും രാഹുലിന് സ്വീകരണം ഒരുക്കാൻ നിരപ്പോയതുപോലെ തന്നെ വേണമെങ്കിൽ മാലയിട്ട് സ്വീകരിക്കാനും കാല് തൊട്ട് വണങ്ങാനും ഒക്കെ പോകാം അടൂർ പ്രകാശിന്. കാല് കഴുകിയ വെള്ളവും വണങ്ങി കുടിക്കാം. കാരണം എന്ന് വെച്ചാൽ അടൂർ പ്രകാശിനേക്കാളും ആ മേഖലയിൽ കഴിവ് തെളിയിച്ച ഈ പ്രായത്തിൽ തന്നെ അടൂർ പ്രകാശ് ഇപ്പോൾ ഇത്രയും വർഷം കൊണ്ട്, ഇത്രയും വയസ്സുകൊണ്ട് തെളിയിച്ചതിനേക്കാൾ കൂടുതൽ കഴിവ് കുറഞ്ഞ കാലം കൊണ്ട് സമാന മേഖലയിൽ തെളിയിച്ച ഒരാളെന്നുള്ള രീതിയിൽ ഞാൻ നിൻ്റെ ശിഷ്യത്വം സ്വീകരിച്ചിരിക്കുന്നു,
ഗുരു അങ്ങനെ അനുഗ്രഹിച്ചാലെന്നും പറഞ്ഞ് കാൽക്കൽ തൊട്ട് വണങ്ങുന്നതിനും കുഴപ്പമൊന്നുമില്ല അടൂർ പ്രകാശിന്. കാരണം അടൂർ പ്രകാശ് ഇപ്പാൻ്റെ മുമ്പിൽ പോലെ അത്ഭുതമാണ്. പുള്ളി ഏറ്റവും വലിയ മിടുക്കെന്ന് എഴുതിയിരിക്കുകയായിരുന്നു എന്നത്. മോഹൻലാൽ 5000 ക്ലബ്ബിൽ കയറി, കമലഹാസൻ 7000 ക്ലബ്ബിലാന്ന് കേട്ടപ്പോൾ മോഹൻലാലിനുണ്ടാവുന്നൊരു സാധനമുണ്ട്. ഇത് സംഭവം തന്നെയാണ്. പക്ഷേ അതൊക്കെ എന്ന് വെച്ചാൽ ഓപ്പണാണ്, തുറന്ന പുസ്തകമാണ്. കാപ്പട്ടിയില്ല, മാസ്ക് ഇല്ല അവർക്ക് അതിനെക്കുറിച്ച് പറയുന്നതിന് മടിയില്ല. അവർ പിന്നെ ഒരു കൃത്രിമ ഇമേജ് പ്രതിച്ഛായ സൃഷ്ടിച്ച് ജീവിക്കുന്നുമില്ല, അങ്ങനെയുമില്ല. ട്രാൻസ്പെറൻ്റ് ആണ്. അവരെയൊക്കെ നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നുണ്ട് ആ കാര്യത്തിനകത്തും. നളിനി ജമീലെ നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നില്ല, എത്രയോ റെസ്പെക്ട് ചെയ്യുന്നുണ്ട് കേരളീയ സമൂഹം. അപ്പം പിന്നെ അടൂർ പ്രകാശ് പക്ഷേ ഞാൻ പറഞ്ഞ വെറും കോൺഗ്രസ് നേതാവല്ല, MP അല്ല, അല്ലെങ്കിൽ മുൻ മന്ത്രി എന്നുള്ള രീതിയിലല്ല, KPCCയുടെ ഭാരവാഹി എന്നുള്ള രീതിയിലല്ല, മറിച്ച് UDFൻ്റെ കൺവീനറാണ്. UDFൻ്റെ അഭിപ്രായമാണോ ഇത് എന്ന് പറയേണ്ടത് PK കുഞ്ഞാലിക്കുട്ടി സാഹിബും പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുമാണ്. കാരണം UDF കൺവീനർ പറയുന്ന അഭിപ്രായം UDFൻ്റെ അഭിപ്രായമായിട്ടേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ UDFൻ്റെ കൺവീനർ പറഞ്ഞ അഭിപ്രായമാണ് പിന്നെ ഇവനെ ന്യായീകരിച്ചുകൊണ്ട് പറഞ്ഞത്. അങ്ങനെ പറയുമ്പം അതിനകത്തും മുസ്ലിം ലീഗിന് ഉത്തരവാദിത്വമുണ്ട്, അതിനകത്ത് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് ഉത്തരവാദിത്വമുണ്ട്. PJ ജോസഫിൻ്റെ കൂടെ അഭിപ്രായമാണിത്, മോൻസ് ജോസഫിൻ്റെ കൂടെ അഭിപ്രായമാണിത്, പിന്നെ പ്രേമേന്ദ്രൻ്റെ കൂടെ അഭിപ്രായമാണിത്, ഷിബു ബേബി ജോണിൻ്റെയും കൂടി അഭിപ്രായമാണിത്, പിന്നെ മറ്റവരെക്കുറിച്ച് KK രമയുടെയും കൂടി അഭിപ്രായമാണിത്. അങ്ങനെ ഒരു കാര്യമുണ്ട്. അടൂർ പ്രകാശ് പറയുമ്പോൾ നിരുത്തരവാദപരമായ പ്രസ്താവന UDFൻ്റെ കൺവീനർ എന്നുള്ള രീതിയിൽ നടത്തി എന്നുള്ളതാണ്. ഉണ്ണിത്താൻ്റെ മാന്യത കൊണ്ടാണ് ഉണ്ണിത്താൻ ഇന്നലെ ഒന്നും പറയാതിരുന്നത്. ഇന്ന് എന്ത് പറയും എന്നുള്ളത് നമുക്ക് രാവിലെ ഇവർ എല്ലാവരും ഇന്നലത്തെ ഓർമ്മയുണ്ടാവും. രാവിലെ തന്നെ ചിലപ്പം പിന്നെ ഉണ്ണിത്താൻ എവിടെയാണ് ഉള്ളതെന്ന് വെച്ചാൽ എല്ലാ ചാനലും കോലും കൊണ്ട് അങ്ങോട്ട് ചെല്ലും. ആ സംഭവം ചിലപ്പോൾ കിട്ടാനുള്ള സാധനങ്ങളൊക്കെ കിട്ടാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ്. അപ്പം സെക്കൻഡ് കേസ് ഫാബ്രിക്കേറ്റഡാണ് എന്ന് സണ്ണി ജോസഫ്, പുള്ളി LLB ഉണ്ടെന്നുള്ളത് എനിക്കറിയത്തില്ലായിരുന്നു. അപ്പോൾ ഹോണററി ആയിട്ട് IPS കിട്ടിയെന്ന് തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ ഉള്ള പിന്നെ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ആയിട്ടുള്ള പോലീസ് ഓഫീസർ എന്ന രീതിയിൽ, പൊളിറ്റീഷ്യൻ എന്നുള്ള രീതിയിൽ അദ്ദേഹം അതിനകത്ത് കണ്ടെത്തിയെങ്കിൽ ഓക്കെ, നമ്മൾ എഗ്രി ചെയ്യുന്നു. നമ്മൾ എത്രയോ ദിവസങ്ങൾക്ക് മുമ്പ് പറഞ്ഞു, നമ്മളിവിടെ ഈ പ്ലാറ്റ്ഫോമിൽ ഇരുന്ന് കണ്ടിട്ടുണ്ട്, ഞാൻ എൻ്റെ പേഴ്സണൽ പ്ലാറ്റ്ഫോമിൽ ഇരുന്ന് കണ്ടിട്ടുണ്ട്, വ്യാജ കേസുകളും വരാൻ സാധ്യതയുണ്ട്. ഷാഫിയും മാങ്കൂട്ടത്തിനും കൂടി മുൻകൈയെടുത്ത് അവർക്കെതിരെ അവർ തന്നെ പലരെ കൊണ്ടും വ്യാജ പരാതികൾ ഉന്നയിപ്പിക്കാൻ സാധ്യതയുണ്ട്. ചലച്ചിത്ര മേഖലയിലെ പ്രവർത്തകർക്കെതിരെ ഗൗരവമായ ആരോപണങ്ങൾ ഉയർന്നപ്പം അതിൻ്റെ മുനയൊടിക്കാൻ വേണ്ടി അവർ തന്നെ അവർക്കെതിരെ ചില ആളുകളെ കൊണ്ട് ഭൂലോക മറ്റേ സാധനങ്ങളെയും കൊണ്ട്, മറ്റേ ആളെന്നെ ഇവിടെ പിടിച്ചു, മറ്റേ ആളെന്നെ ബാത്റൂമിൽ നിന്ന് വിളിച്ചു, മൂന്നാമത്തെ ആളെന്നെ കാറിൽ നിന്ന് വിളിച്ചു, നാലാമത്തെ ആളെന്നെ ടോയ്ലറ്റിൽ നിന്ന് വിളിച്ചു, അഞ്ചാമത്തെ ആളെന്നെ കിച്ചണിൽ നിന്ന് വിളിച്ചു, ആറാമത്തെ ആളെന്നെ ബെഡ്റൂമിൽ വിളിച്ചു, ഏഴാമത്തെ ആളെന്നെ ഇടനാഴിയിൽ നിന്ന് വിളിച്ചു, എട്ടാമത്തെ ആളെന്നെ ലിഫ്റ്റിൽ നിന്ന് വിളിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വന്നിട്ട് അത് ചാനലെല്ലാം പോയിരുന്ന ഒരു അമ്മച്ചിയുണ്ട്. അമ്മച്ചിയുടെ ഭാവവാഹാദികൾ തന്നെ ഭയങ്കരമായിരുന്നു. നവരസങ്ങൾ തുളുമ്പുകയാണ് പറയും. അപ്പം അങ്ങനെയുള്ള ആളുകളെ രംഗത്തിറക്കാനുള്ള ബാംഗ്ലൂരിലെ കേസ് അങ്ങനെയാണെന്നല്ല ഞാൻ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള മാസ്റ്റർ പ്ലാൻ ഇവർ തന്നെയാണെന്ന് ഞാൻ ഉറപ്പിച്ച് പറയും. കാരണം മുമ്പിലെത്തിയിട്ടുള്ള വിഷയങ്ങളുടെ മുനയൊടിക്കാൻ വേണ്ടിയിട്ട് ബാംഗ്ലൂർ കേസിലുള്ള ഇരമൊഴി നൽകി കഴിഞ്ഞു. ഇങ്ങനെ വ്യാഖ്യാനിക്കുകയാണെങ്കിൽ അതിൻ്റെ പിന്നിൽ അവർ തന്നെയാണെന്നുള്ളത് ഞാൻ പറയാം. പിന്നെ രാജ്മോഹൻ ഉണ്ണിത്താനെതിരെയും സിദ്ദിഖിനെതിരെയും വീഡിയോ ചെയ്യണമെന്നും പറഞ്ഞ് എനിക്ക് കണ്ടമാനം കോളുകളാണ് വരുന്നത് ഗൾഫിൽ നിന്നൊക്കെ. അതായത് CPM ഉള്ള ആൾക്കാർക്കെതിരെ പോലും അല്ല പറയുന്നത്. നിങ്ങളെന്താണ് ഇവരെ മാത്രം പിന്നെ ടാർഗറ്റ് ചെയ്യുന്നത്? രാഹുൽ മാങ്കൂട്ടത്തിനെ, രാജ്മോഹൻ ഉണ്ണിത്താനെ പിടിച്ചിട്ടില്ലേ പെണ്ണ് കേസിൽ? സിദ്ദിഖ് ഭാര്യ ഉപേക്ഷിച്ച് പോയില്ലേ? എത്ര കൊല്ലം മുമ്പേ അത് അതുമില്ല. അതൊക്കെ സെപ്പറേറ്റഡായി ഡിവേഴ്സ്ഡായി, ലീഗലി ഡിവേഴ്സ്ഡായി വേറെ കല്യാണം കഴിച്ച് ജീവിക്കുക. ഈ വിളിച്ചു പറയുന്നവരെ തന്നെ ആലോചിച്ച് നോക്കി. ഇവിടെ 4 കെട്ടാനുള്ള അവകാശത്തിന് വേണ്ടി പോരാട്ടം നടത്തിയ ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇതിനകത്തുള്ള കാര്യം, ഗൾഫിൽ നിന്നാണ് വിളികൾ വരുന്നത്. അവരെന്നോട് പറയുന്നത് ഈ 2 പേരുടെ പേരാണ്, രാജ്മോഹൻ ഉണ്ണിത്താൻ്റെയും സിദ്ദിഖിൻ്റെയും കാര്യം. സിദ്ദിഖിനും രാജ്മോഹൻ ഉണ്ണിത്താൻ എന്താ എതിരെ നിങ്ങൾ പിന്നെന്താ അവർക്കെതിരെ മിണ്ടാത്ത? കഴിഞ്ഞ ദിവസം നമുക്ക് വോയിസ് മെസ്സേജ് എന്താണ് അതിൻ്റെ പോലെ നിനക്ക് രാജ്മോഹൻ ഉണ്ണിത്താനെതിരെ പറയാൻ നാക്കില്ലേ, അല്ലെങ്കിൽ സിദ്ദിഖിനെതിരെ പറയാൻ നാക്കില്ലേ, ചാണ്ടിയുമ്പനെതിരെ എന്താ നിന്റെ നാക്ക് പൊങ്ങില്ലേ എന്നൊക്കെ ചോദിക്കുന്നത്. അപ്പം എന്താ മുരളീധരന്റെ പേരും കയറി വരുന്നുണ്ട്. ആദ്യം സ്നേഹമായിട്ടാണ് വിളിക്കുന്നത്. ഇങ്ങനെ കാര്യങ്ങളും കൂടി ഇല്ല, നിങ്ങൾ കൊണ്ടുവരുന്ന കാര്യങ്ങൾ വളരെ ഇതാണ്, റിലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കൊണ്ടുവരുന്നത്, ഇനിയും കുറേ പൊയ്മുഖങ്ങൾ വലിച്ചു കയറാനുണ്ട്, അപ്പോൾ അവരെക്കുറിച്ച് കൂടി പറയണം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ നമ്മൾ ചെയ്യുന്നില്ല എന്ന് കാണുമ്പം പിന്നെ ടോൺ മാറുക. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് ഇതിനെ സമീകരിക്കണം. അവരും അത്ര ശരിയല്ല, നമ്മളും അത്ര ശരിയല്ല, ഇതൊക്കെ എല്ലാവർക്കും പറ്റുന്നതാണ്. സാമാന്യവൽക്കരിക്കണം. ഇതങ്ങനെ ജനറലൈസ് ചെയ്യാൻ പറ്റുന്ന കേസല്ല. ഇത് അത്യപൂർവങ്ങളിൽ അപൂർവങ്ങളാണ്. അപൂർവങ്ങളിൽ അപൂർവങ്ങൾ എന്ന് പറഞ്ഞാൽ തന്നെ കോടതി ശിക്ഷ വേറെയാണ്. ഇവിടെ അത്യപൂർവങ്ങളിൽ അപൂർവങ്ങൾ എന്ന് തന്നെ പറയാൻ പറ്റത്തില്ല. അപൂർവങ്ങൾ എന്നുള്ള ബഹുവചനം തന്നെ ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഇങ്ങനെ ഒരു സംഭവം കേരള രാഷ്ട്രീയത്തിൽ നിന്നല്ല, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് ആദ്യമായിട്ടുള്ള പിന്നെ കേൾക്കുന്നതാണ്. ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് അറിയത്തില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഫാൻസുകാരെ വെച്ചിട്ടുള്ള അതിനകത്ത് ഈ പിന്നെ തീവ്രവാദ ഗ്രൂപ്പുകളുടെയൊക്കെ ഇടപെടൽ കാണാം. അവരായിരിക്കും നമ്മളെ ഈ ഗൾഫിൽ നിന്നൊക്കെ വിളിക്കുന്നത്. അവരാണല്ലോ ഇവരെ ഫണ്ട് സോഴ്സും. അപ്പോൾ ഉണ്ണിത്താൻ്റെ വിഷയം എന്തുവാ എനിക്ക് കൃത്യമായിട്ട് അറിയാം. ഉണ്ണിത്താൻ മഞ്ചേരി TKM നാട്ടിൽ നമ്മളെ മുൻ പിന്നെ ചീഫ് വിപ്പും മുൻ മന്ത്രിയും മുൻ ദീർഘകാല MLAയും MP ഒക്കെ ആയിരുന്ന
ശ്രീ ടി കെ ഹംസയുടെ നാട്ടിലാണ്. അവിടെ വന്നു, അവിടെ ഒരു വീട്ടിലാണ് താമസിച്ചത്. ഒരു ലോഡ്ജ് മുറിയിലും അല്ല, ഒരു വീട്ടിലാണ്. ഒരു വീടിനകത്താകുമ്പോൾ പല മുറിയുണ്ടാവും. ഇവർ ഒരുമിച്ച് കിടക്കുന്ന കാര്യം കണ്ടോ? ഒന്നുമില്ല. അപ്പോൾ ഈ രീതിയിലുള്ള കാര്യങ്ങൾ. പിന്നെ സിദ്ദിഖിൻ്റെ വിഷയങ്ങൾ, എത്രയോ നമ്മുടെ നാട്ടിൽ എത്രയോ ഡിവോഴ്സ് നടക്കുന്നു, എത്രയോ റീമാരേജ് നടക്കുന്നു, ഒക്കെ ഉണ്ടാകുന്നില്ലേ? മക്കളായതിനു ശേഷം ഡിവോഴ്സ് നടക്കുന്ന എത്രയോ പേരുണ്ട്, നൂറുകണക്കിന് ആൾക്കാരില്ലേ? ഈ കുടുംബ കോടതിയിൽ അവിടെ നിന്ന് പോയി നോക്കണം. എന്നിട്ട് ഈ കേസ് എടുത്ത് കൊണ്ടുവരണം നോക്കുക. അപ്പോൾ ഇവരുടെ ടാർഗറ്റ് എന്താണെന്ന് വെച്ചാൽ സിദ്ദിഖിനെ ശരിയാക്കണം, ഉണ്ണിത്താനെ ശരിയാക്കണം. ഉണ്ണിത്താൻ്റെ അടുത്ത് പറഞ്ഞാൽ വിവരം അറിയും. ഉണ്ണിത്താൻ ഉണ്ണിച്ചയാ, കാസർഗോഡുകാർക്ക് ഉണ്ണിച്ചാന്നാണ് വിളിക്കുന്നത്. ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആവാതെ കുറേ വർഷം പിന്നെ പണിയെടുത്തത്. അത് മാത്രമല്ല, പാർട്ടി പ്രതിസന്ധിപ്പെടുമ്പോഴെല്ലാം ചാനലിലെ വൈകിട്ടത്തെ ചർച്ചയ്ക്ക് പോയിട്ട് ന്യായീകരിച്ച് നാണം കടേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. കാരണം തെറ്റ് ചെയ്താലും പാർട്ടിക്ക് വേണ്ടി ന്യായീകരിക്കേണ്ടി വരുന്ന ഒരു കാലത്ത് ചാനൽ ചർച്ച ചെയ്യാൻ ഏറ്റവും നന്നായിട്ട് വന്നിരുന്നത് ഈ പാർട്ടിക്ക് വേണ്ടിയിട്ട് അത്രയും കഷ്ടപ്പെട്ടില്ല. വെള്ളവും പറ്റി, പിന്നെ അതായത് ചെയ്ത സംസാരിച്ചിട്ടുള്ള ആളാണ്. അങ്ങനെ വക്കീൽ പണി എടുത്ത പാർട്ടിയുടെ വക്കീലായിരുന്നു എന്ന് പറയാം. അങ്ങനെ എടുത്ത ഉണ്ണിത്താൻ എത്രയോ വയസ്സുകാലത്താണ് MP ആവുന്നത്, 2019. കൂടാണ്ട് കെ കരുണാകരന്റെ കൂട്ടത്തിലൊക്കെ എത്ര ആത്മാർത്ഥമായിട്ട് കൂടെ നിന്ന വ്യക്തിയാണ്. അതുകൊണ്ടാണ് പിന്നീട് അവർ തമ്മിൽ ചെറിയ പ്രശ്നം ഇതായത്. പക്ഷേ ഇപ്പം അതൊന്നും അവരുടെ ഇടയിൽ അങ്ങനത്തെ വിഷയങ്ങളോ പിന്നെ പ്രശ്നങ്ങളോ ഒന്നുമില്ല. കാരണം അവർ തമ്മിലൊരു ക്ലാഷും ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല. എല്ലാവരും ഏകാഭിപ്രായത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. VD സതീശനും രമേശ് ചെന്നിത്തലയും കെ മുരളീധരനും രാജ്മോഹൻ ഉണ്ണിത്താനും ഒക്കെ ഒരു ഏകാഭിപ്രായം തന്നെയാണ് ഈ കാര്യത്തിൽ പ്രകടിപ്പിച്ചിട്ടുള്ളത്. യുവ നേതാക്കന്മാർ മുഴുവൻ ഒറ്റക്കെട്ടായിട്ട്, അത് ഗ്രൂപ്പ് വ്യത്യാസങ്ങൾക്ക് അതീതമായിട്ട് അങ്ങനെ തന്നെയാണ് നിന്നിട്ടുള്ളത്. അത് പിന്നെ അതിനകത്ത് ഈ ഗ്രൂപ്പിസ് ഒന്നും അവർ നോക്കിയിട്ടില്ല. അവരെ മേലെ നിൽക്കുന്ന നേതാക്കന്മാർ അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും അവർ നോക്കിയിട്ടില്ല. അവർ ഒരേ ഒരു ചങ്ങലയിൽ കോർത്ത മുത്തുകളെ പോലെ ഉള്ള ഒരു ഐക്യം രൂപപ്പെട്ടിട്ടുണ്ട് ഇവിടെ ഇപ്പുറത്ത്. കാരണം ഷാഫിക്കും ഒക്കെ എതിരായിട്ടുള്ള ഒരു വിരുദ്ധ വികാരത്തിൻ്റെ ഭാഗമായിട്ട് ഇയാൾ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ അംഗീകരിക്കാമെന്നേ. വ്യാജ പരാതികൾ അങ്ങനെ വരാൻ സാധ്യതയുണ്ടെന്നുള്ളത് നമ്മൾ തന്നെ ആദ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ വ്യാജ പരാതികളെക്കുറിച്ച് അന്വേഷിക്കണം. കാരണം സണ്ണി വക്കീൽ അത് വ്യാജ പരാതികളെന്ന് ബോധ്യം ഉണ്ടെങ്കിൽ സണ്ണി വക്കീൽ പോയിട്ട് അതിനകത്ത് മുടി കൊടുക്കണം, കക്ഷി കയറണം കേസിനകത്തുനിന്നുള്ള അഭിപ്രായം എനിക്കുള്ളത്. അപ്പം ഇവർ ഈ കോൺഗ്രസിനെ നന്നാക്കുക എന്നുള്ളതല്ല ഉദ്ദേശം. കോൺഗ്രസിനെ നന്നാക്കുക എന്നുള്ളതിനപ്പുറത്ത് ഷാഫിയുടെയും രാഹുലിൻ്റെയും കയ്യിലേക്ക് ഇത് എത്തിക്കുക എന്നുള്ളത്, ഷാഫിയുടെ കയ്യിലെത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട്. രാഹുൽ അതിനുള്ള ടൂളാണ്, മതേതരം ഇമേജ് സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ളത്. അതിനുവേണ്ടി വിളിക്കുന്നവരെല്ലാം ഒരു പ്രത്യേക സമുദായക്കാരാണ്. രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടിയിട്ട് സിദ്ദിഖിനെതിരെ സ്റ്റോറി ചെയ്യാൻ പറഞ്ഞ് വിളിക്കുന്നവരെന്നുള്ളതും കൂടെ ആലോചിക്കണം. തീർച്ചയായിട്ടും ഒരേ മതവിഭാഗത്തിൽപ്പെട്ടവരാണ്. അപ്പോൾ സുഡാപ്പികളുടെ അജണ്ട നടപ്പിലാക്കാൻ ഷാഫി വേണം. ഷാഫിയാണ് അവരുടെ ആള്. ഷാഫിക്ക് പിന്നെ അങ്ങനെ ഒരു സെക്യുലർ ഫേസ് ഉണ്ടാക്കണമെങ്കിൽ രാഹുൽ വേണം. അപ്പോൾ അവർക്ക് ബദലായിട്ട് വരുന്ന ആൾക്കാരെ, അവരെ എതിർക്കുന്ന ആൾക്കാരെ തകർക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളെ ഒന്ന് എരികയറ്റി കഴിഞ്ഞാൽ നമ്മൾ ഉണ്ണിത്താനെതിരെ ഇവർക്കെതിരെയൊക്കെ പറയുമെന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. ഉണ്ണിത്താൻ്റെ മാന്യത കൊണ്ടാണ് ഇന്നലെ ഒന്നും പറയാതിരുന്നത്. ഉണ്ണിത്താൻ ഇന്നലെ തിരിച്ച് ഫണ്ണി ജോസഫിന് കൊടുത്തു കഴിഞ്ഞാൽ അത് ഫണ്ണി ജോസഫ് പറഞ്ഞ മാതിരിയുള്ള ഫണ്ണൊന്നും ആയിരിക്കത്തില്ല. ഉണ്ണിത്താൻ്റെ വായു ഗംഭീര ക്ലാസിക്കായിട്ട്, അതായത് വളരെ സ്നേഹപൂർവ്വം വളരെ മനോഹരമായ രീതിയിൽ കൊള്ളേണ്ട അടുത്ത് പിന്നെ കൊള്ളിക്കുന്ന രീതിയിൽ പറഞ്ഞ് അവതരിപ്പിക്കാനുള്ള നല്ല കപ്പാസിറ്റിയുള്ള ആളാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ. രാജ്മോഹൻ ഉണ്ണിത്താൻ ഇന്ന് മാധ്യമങ്ങളെ കാണാതിരുന്നാൽ കോൺഗ്രസിൻ്റെ ഭാഗ്യം, കണ്ടു കഴിഞ്ഞാൽ ഫണ്ണി ജോസഫിൻ്റെ കഷ്ടകാലം തുടങ്ങും എന്നാണ് എനിക്ക് പറയാനുള്ളത്.